ഈ മനുഷ്യൻ ചിരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ? ചിരിച്ച് കണ്ടിട്ടുണ്ടോ? ഞാൻ ചിരിച്ച് കണ്ടിട്ടുണ്ടോ? ഒന്നാമത് എനിക്ക് ഇവരോടൊക്കെ ചീത്ത പറയാനൊക്കെ വരും, കറക്റ്റായിട്ട് വർക്ക് ചെയ്യണ്ടേ. അപ്പോൾ ചീത്തയൊക്കെ പറയേണ്ടി വരും. അപ്പോൾ എനിക്ക് അവർ കാണുമ്പോൾ ചിരിക്കാൻ തോന്നും. പിന്നെ മറ്റത് ഞാൻ അന്വേഷിക്കാറില്ല. അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത് ഞാൻ ഈ ഡാൻസ് പഠിക്കാൻ പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ 5 പെൺകുട്ടികൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇവിടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവരെ ഡാൻസിന് ഞാൻ കൊണ്ടുപോകും. അപ്പോൾ അവരുടെ വീട്ടുകാരും എല്ലാവരും എന്നെ വിശ്വസിച്ച് നോക്കുമ്പോൾ ഞാൻ ആ കാര്യത്തിൽ വളരെ ഇതാവും. പിന്നെ എൻ്റെ ആദ്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിട്ട് കുറച്ച് അടുപ്പം വന്നപ്പോൾ ഈ പറഞ്ഞമാതിരി ബാബുവേട്ടനൊക്കെ കൂടിയിട്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തിന് ചീത്തപ്പേര് വരുന്നത് എന്നൊക്കെ വിചാരിച്ച് സ്വയം ഒരു പിന്മാറ്റം ഒരു ഇതുണ്ടായിരുന്നു. അതാണ്. അപ്പോൾ അതൊക്കെയാണ്. അല്ലാണ്ട് പറഞ്ഞത് ഈ സെക്ഷലായിട്ടുള്ള കാര്യങ്ങളിൽ ഇത് തരരുത്. അതിന് വൈകാരികമായിട്ട് അങ്ങനെ തരരുത്. വൈകാരികമായിട്ടുള്ള ഇതിലൊക്കെ ഞാൻ വളരെ തീക്ഷ്ണമാണ്. പക്ഷെ അതിൽ നമ്മളെ തന്നെ പിന്നോക്കം എടുക്കുന്ന ഒരു ഇതായിരുന്നു. അതങ്ങനെ വന്നു. ഒന്നാമത് എൻ്റെ അമ്മ ഈ പറഞ്ഞില്ലേ 8 വയസ്സ് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ കാലത്ത് പാല് കുടിച്ചിട്ട് പോകും. പിന്നെ അന്നൊക്കെ പിന്നെ കാലത്ത് പോയാൽ ഉച്ചയ്ക്ക് 4 മണിക്ക് ക്ലാസ് വിടുമ്പോഴേ വരുള്ളൂ. എന്നിട്ട് വന്നിട്ട് ആ ബാഗൊക്കെ അങ്ങോട്ട് ആ മുക്കിരിച്ച് കഴിഞ്ഞിട്ട് പാല് കുടിക്കും. അങ്ങനെ ആണ്. അവസാനം അവർ എന്തൊക്കെയോ ചെന്നിനായക തേച്ചിട്ട് പിടിക്കാതെ അതൊക്കെ തുടച്ചിട്ട് കുടിക്കുക അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അതങ്ങനെ പോയി അത്ര. അപ്പോൾ അത് കാരണം ആ അമ്മോടും അമ്മ കുട്ടിക്കാലം പറയാ മൂത്തവരെ ബഹുമാനിക്കാതിരിക്കരുത്, മൂത്തവരോട് അവരെ പേര് വിളിക്കരുത്, ബഹുമാനത്തോടുകൂടി പെരുമാറണം, കളവ് പറയരുത്. ഇത് പറഞ്ഞ് കുട്ടിക്കാരന്മാർ അത് അമ്മ പറഞ്ഞത് കൊണ്ട് അത് കൂടുതൽ നമ്മളറിയാതെ തന്നെ ഇതായി. അത് നല്ലതൊന്നുമില്ല. ഇളയ കുട്ടിയായിരുന്നോ? ഏറ്റവും യങ്ങസ്റ്റ് ആയിരുന്നോ? അല്ലല്ല, എൻ്റെ താഴെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അത് അവിടുന്ന് ജനിക്കാൻ വളരെ വൈകി. അത് കാരണം ഈ പാലുകുടിയൊക്കെ ശ്രമിച്ചത്. ഹാർട്ടിന് ഒരു അല്പം പ്രശ്നമുണ്ട്. അപ്പം അതിനെ തുടർന്ന് അതിൻ്റെ ചില മരുന്നുകൾ ഒക്കെ അല്ല ചോദിക്കുന്നു. ഡയബറ്റീസ് അങ്ങനെ ഷുഗർ അതൊന്നുമില്ല. അറുമുകേട്ടൻ ചേട്ടനുള്ളപ്പോൾ വരുമ്പോഴൊക്കെ ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. അപ്പോൾ അറുമുകേട്ടൻ ഇവിടെ ആയിരുന്നു എന്നാ പറയുന്നത് കുട്ടിക്കാലത്ത്. അത് അവരുടെ തറവാട് അല്ല, മാമന്റെ പേരിൽ പഠിച്ചത്. അപ്പോൾ ഇവിടെ ആയിരുന്നു എന്ന് പറയുന്നത്. ഇതിൽ കിടക്കിയതാണ് ആ വീടേ. ഇപ്പം അതൊന്നും അല്ല, അവരുള്ള വീടല്ല, ഇപ്പോൾ പുതിയ വീടുകളാണ്. വീട് പണിയുണ്ട് ഇപ്പോൾ നമ്മൾ ബാലരുവി. ഇതിൻ്റെ തന്നെ ഒരു ഇതാണ് ബാലശാസ്ത്രി. മറ്റത് ഗുരു ഗോപിനാഥ്. ഏറ്റവും ആദ്യം ഒരു അഭിനയത്തെക്കുറിച്ച് അഭിനയം ഗുരു എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം വായിക്കുന്നത് ഈ ഗുരു ഗോപിനാഥിൻ്റെയാണ്. ഇത് ഋഷിയേഷ് മുഖർജി, ഫേമസ് ഡയറക്ടർ, എഡിറ്റർ ഒക്കെ. ഇവരെ കൂടെയൊക്കെയാണ് ഞാൻ പഠിച്ചത്. ഈ ഋഷിയേഷ് മുഖർജിയാണ് ചെമ്മീൻ്റെ എഡിറ്റർ. മറ്റേ അപ്പുറത്തിരിക്കുന്ന KD ജോർജ്, വളരെ ഫേമസ് ആയിട്ടുള്ള പഴയ കാലത്ത് ന്യൂസ് പേപ്പർ ബോയിലൊക്കെ എഡിറ്ററാണ്. അപ്പം അങ്ങനെ ഇവരൊക്കെ കൂടെ ഞാൻ പഠിച്ചത് എല്ലാം ഓരോന്നായിട്ട്. അപ്പോൾ അവർ ചെയ്യുന്നത് അറിയാം. ഇത് ഇങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്തത് ഡയറക്ടർ മുക്ത ശ്രീനിവാസൻ. പിന്നെ ഇത് ഇവരെയൊക്കെ ഗുരുക്കന്മാരെയൊക്കെ ഗുരുവായിട്ടുള്ള ഒരാളുടെ പഴയ കാലത്ത് ഏറ്റവും ആദ്യത്തെ തമിഴ് സിനിമയുടെ ഡയറക്ടർ. ഇത് K. ബാലേന്ദ്രൻ എന്നുള്ളത് അയാളാണ്. ഞാൻ അപ്രന്റീസായിരിക്കുമ്പോൾ ആ ഇതിൽ പടത്തിന് സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പോൾ അവരൊക്കെ ഞാൻ അങ്ങനെ വെച്ചിരിക്കുക. പിന്നെ ഇത് MGR, ഇത് ഞാൻ, ഇത് KS വരുമാവൻ. ഞങ്ങൾ ഒരു നാടകി നമ്മതേ എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് പടം വയ്ക്കുന്നുണ്ട് ഞാൻ അസിസ്റ്റൻ്റായിട്ട്. ഇത് ഞാൻ ഇത് അയ്യപ്പനും ബാബനും എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളതാണ്. ഇത് പിന്നെ ഞങ്ങളൊക്കെ ആചാര്യനായുള്ള തെക്കുറിശി സുകുമാരൻ നായർ. ഞാൻ ഇത് KS സേതുമാധവൻ,
ഞാൻ അവസാന ഘട്ടത്തിലൊക്കെ ഇങ്ങനെ കൂടെ കുറേ കാലങ്ങൾ പടം വർക്ക് ചെയ്തു. ഇത് MS വിശ്വനാഥ് മ്യൂസിക് ഡയറക്ടർ, ഇത് റൈറ്റർ, പിന്നെ ഇത് സത്യൻ, നടൻ സത്യൻ, നമ്മുടെ ഇപ്പോഴത്തെ സത്യനല്ല. എന്നെ ഡാൻസ് ആദ്യം പഠിപ്പിച്ച മാഷ് കലാലയം വർക്കി, ഇത് കമലഹാസൻ, അംബിക, സത്യൻ, ഇത് രാമു കാര്യാട്ട്, ചെമ്മീൻ്റെ ഡയറക്ടർ. ഈ ചെമ്മീൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഞാൻ. പിന്നെ ഇത് സേതുമാധവൻ, K. സേതുമാധവൻ. വളരെ കാലം ഞാൻ ഇങ്ങനെ കൂടെ ആയിരുന്നു കൊടുക്കുന്നത്. ഇതൊക്കെ അതേപോലെ തന്നെ ഇത് ഞാൻ വർക്ക് എൻ്റെ ഗ്രാമം എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ വർക്കിസ്റ്റില്ല. ഇത് കൃഷ്ണഗുരുവായൂർ പറഞ്ഞൊരു പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇത് പിന്നെ GS വിജയൻ, അങ്ങനെ ക്യാമറമാൻ ബാബു ഒക്കെ. ഇത് പിന്നെ ഞാൻ എൻ്റെ കുടുംബം. അത് കഴിഞ്ഞ് അത് ബാലസരസ്വതി. അതെങ്ങനെയാണെന്ന് എനിക്കറിയാം. എനിക്കിഷ്ടമുള്ള ഞാൻ ഇവരെ കൂടെ ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് മദ്രാസിൽ പോയേ, പക്ഷെ അവരെ കാണാൻ വരെ പറ്റിയില്ല. അവസാനം അവരുടെ അമ്മ എന്നെ ചെയ്ത് പറഞ്ഞു കൊടുപ്പിച്ചു. അല്ല, അവർ ചോദിച്ചേ നിനക്ക് കർണാടക മ്യൂസിക് അറിയുമെന്ന് ചോദിച്ചു. അവർ നമ്മളെ അറിയിക്കാൻ പറഞ്ഞു. എന്നാൽ ഇനി ഇങ്ങോട്ട് വന്നിട്ട് എന്നൊരു കാല് ഞാൻ തന്നെ വിളിക്കുന്നുള്ളൂ. അവരന്നിട്ട് എനിക്ക് കാരണം പറഞ്ഞു, പെൺകുട്ടികളുണ്ടെങ്കിൽ ഒരു 3-4 വർഷം ഇങ്ങനെയൊക്കെ പിന്നാലെ തലമുറയൊക്കെ ആക്കി അവർക്ക് ജീവിക്കാം. ആൺകുട്ടികളായ പറ്റില്ല, മാഷാവാൻ പഠിക്കണം. അതിന് കർണാട്ടിക് മ്യൂസിക് ഉണ്ടായേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതിന് കാല് കയറ്റി വിളിക്കുന്നു. പിന്നെ അങ്ങോട്ട് പോയില്ല. പക്ഷെ അവരുടെ സ്കൂളിൽ, ബാലശാസ്ത്ര സ്കൂളിലൊക്കെ ഞാൻ ദിവസം പോകാറുണ്ട്. അവർ ശിഷ്യന്മാരൊക്കെ ആയിട്ട് പറയും. പക്ഷെ അവരെ ഞാൻ കണ്ടിട്ടില്ല.